അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഒരിക്കൽ കൂടി പരിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണം നിർവഹിക്കപ്പെടുന്ന ഈ ഒരു അറിവിൻ്റെ മജ്ലിസിൽ ഇരിക്കുവാനും പഠിക്കുവാനും നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വളരെ വലിയ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 41-ാം അധ്യായം സൂറത്തു ഫുസ്സിലത്തിലെ 1 മുതൽ 27 വരെയുള്ള ആയത്തുകളാണ് നാം അർത്ഥവും ആശയവും സഹിതം കഴിഞ്ഞ ക്ലാസ്സുകളിലായി മനസ്സിലാക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് 28-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറയുന്നത് എന്ന് നോക്കാം. സത്യനിഷേധികളായ ആളുകൾ പരിശുദ്ധ ഖുർആൻ കേൾക്കരുതെന്നും പഠിക്കരുതെന്നും സമൂഹത്തെ ആഹ്വാനം ചെയ്യുകയും അഥവാ ഖുർആൻ കേൾക്കേണ്ടി വന്നാൽ തന്നെ ബഹളമുണ്ടാക്കി വിജയിക്കാൻ ശ്രമിക്കണം എന്നുമെല്ലാം അവർ പ്രഖ്യാപിക്കുന്നതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അത്തരം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ മോശമാണെന്നും അവരുടെ ആ ഏറ്റവും മോശമായ പ്രവർത്തനത്തിന് തക്കതായ ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ആസ്വദിപ്പിക്കുകയും ചെയ്യുമെന്ന് വളരെ കൃത്യമായി 27-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. ഇൻഷാ അല്ലാഹ് 28-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ذلك جزاء أعداء الله النار لهم فيها دار الخلد جزاء بما كانوا بآياتنا يجحدون. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ദാലിക അതെന്തുകൊണ്ടെന്നാൽ അതല്ലെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതികഠിനമായ ശിക്ഷ അവരെ ആസ്വദിപ്പിക്കുമെന്ന് പറഞ്ഞല്ലോ. അതാകുന്നു ദാലിക അതാകുന്നു ജസാഉ പ്രതിഫലം, ജസാഉൻ പ്രതിഫലം. ആരുടെ പ്രതിഫലം? അഅദാഇല്ലാഹ് അല്ലാഹുവിൻ്റെ ശത്രുക്കളുടെ, അദുവിൻ്റെ ജംആണ് അഅദാ. അഅദാഇല്ലാഹ് അല്ലാഹുവിൻ്റെ ശത്രുക്കളുടെ പ്രതിഫലമാകുന്നു അത്. ഏതാണ് ആ പ്രതിഫലം? അന്നാറു, അത് നരകമാകുന്നു. അപ്പോൾ അത് നരകാവകാശികളുടെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശത്രുക്കളുടെ പ്രതിഫലമാകുന്നു. ലഹും ഫീഹ അവർക്ക് അവിടെയുണ്ട് ദാറുൽ ഖുൽദ് സ്ഥിരവാസത്തിൻ്റെ ഭവനം. ദാർ എന്ന് പറഞ്ഞാൽ വീട്, അൽ ഖുൽദ് എന്ന് പറഞ്ഞാൽ സ്ഥിരവാസം. അവർക്കവിടെ സ്ഥിരവാസത്തിൻ്റെ ഭവനമുണ്ട്. ജസാഅൻ അതവർക്കുള്ള പ്രതിഫലമാണ്. ബിമാ കാനു കാരണം അവർ ആയിരുന്നു, ബി ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച്, ആയാത്തുകളെ സംബന്ധിച്ച്, യജ്ഹദൂൻ നിഷേധം കാണിക്കുന്നവർ, ധിക്കാരം കാണിക്കുന്നവർ. ജഹദ യജ്ഹദു ജഹ്ദൻ ഔ ജുഹൂദ. ജഹദ യജ്ഹദു ജഹദൻ വ ജുഹൂദ, ധിക്കരിക്കുക, നിഷേധിക്കുക, അതാണ് ജഹദ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ജസാഅൻ അവർക്ക് നരകത്തിൽ നിത്യവാസം ലഭിക്കാനുള്ള കാരണമെന്താണ്? അവർക്കുള്ള പ്രതിഫലമാണ്. എന്തിനുള്ള പ്രതിഫലം? ബിമാ കാനു ബി ആയാത്തിന അവർ നമ്മളുടെ ആയാത്തുകളെ യജ്ഹദൂൻ നിഷേധിക്കുന്നവരും തള്ളിക്കളയുന്നവരുമായിരുന്നു. അപ്പോൾ സത്യനിഷേധികളായ ആളുകൾ, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ കേൾക്കരുത്, ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ വൽഗൗ ഫീഹി ലഅല്ലക്കും തഗ്ലിബൂൻ, നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും, ബഹളമുണ്ടാക്കൂ, ഖുർആനിനെ അവഗണിക്കൂ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവിശ്വാസത്തിന് പ്രേരണ നൽകുകയും സത്യവിശ്വാസത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്യുന്ന ധിക്കാരികളായ ആളുകൾ, അവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ശത്രുക്കളാണ്.
അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ വിശേഷിപ്പിക്കുന്നത് അപ്രകാരമാണ്, അള്ളാഹുവിൻ്റെ ശത്രുക്കൾ. അതിൻ്റെ അർത്ഥം അവർക്ക് അള്ളാഹുവിനെ ഏതെങ്കിലും നിലക്ക് ഉപദ്രവിക്കാൻ കഴിയുമെന്നോ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏതെങ്കിലും നഷ്ടങ്ങൾ വരുത്താൻ അവർക്ക് സാധിക്കുമെന്നോ എന്നുള്ള അർത്ഥത്തിലല്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നിഷേധിക്കുകയും അവനോട് ധിക്കാരം കാണിക്കുകയും അവൻ്റെ അടിമകളെ വഴിപിഴപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നവർ എന്നുള്ള നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ അള്ളാഹുവിൻ്റെ ശത്രുക്കൾ എന്ന് വിശേഷിപ്പിച്ചു എന്ന് മാത്രം. ഏതുപോലെ വിശ്വാസികളായ ആളുകളെ അള്ളാഹുവിനെ അംഗീകരിക്കുകയും സത്യവിശ്വാസവും സൽക്കർമ്മവും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഔലിയാ ഉല്ലാഹ്, അള്ളാഹുവിൻ്റെ മിത്രങ്ങൾ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പേര് നൽകി. അതിൻ്റെ അർത്ഥം അള്ളാഹുവിന് എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുക്കാൻ വിശ്വാസികൾക്ക് സാധിക്കുമെന്ന അർത്ഥത്തിലല്ല. മറിച്ച് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുള്ള ഒരു സ്ഥാനമാണ്, ഒരു ആദരവാണ്, ബഹുമാനമാണ്. ഔലിയാ ഉല്ലാഹ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അള്ളാഹുവിൻ്റെ വലിയകൾ. സാധാരണ വലിയ എന്ന് പറഞ്ഞാൽ മിത്രം, സഹായി എന്നൊക്കെയാണ് അർത്ഥം. പക്ഷേ അള്ളാഹുവിന് ഏതെങ്കിലും നിലക്ക് സൃഷ്ടികൾക്ക് സഹായിക്കാൻ സാധിക്കുമോ? സാധ്യമല്ല. അള്ളാഹുവിന് അതിൻ്റെ ആവശ്യവുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അതിൻ്റെ ആവശ്യവുമില്ല. അള്ളാഹുവിനെ ഉപദ്രവിക്കാനോ അള്ളാഹുവിന് ഉപകാരം ചെയ്യാനോ സൃഷ്ടികൾക്കാർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഔലിയാ ഉല്ലാഹ് എന്നത് വിശ്വാസികൾക്ക് നൽകപ്പെട്ടിട്ടുള്ള സ്ഥാനപ്പേരാണെങ്കിൽ അവിശ്വാസികളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അഅദാ ഉല്ലാഹ്, അള്ളാഹുവിൻ്റെ ശത്രുക്കൾ എന്നാണ്. അത് ആ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോടുള്ള അള്ളാഹുവിൻ്റെ അനിഷ്ടവും അള്ളാഹുവിൻ്റെ കോപവും പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു വാക്ക് മാത്രമാണ് എന്ന് നാം മനസ്സിലാക്കുക. അപ്പോൾ ദാലിക, തീർച്ചയായും ഇതെന്തുകൊണ്ടെന്നാൽ ജസാഉ അഅദാഇല്ലാഹിന്നാർ, അള്ളാഹുവിൻ്റെ ശത്രുക്കളുടെ പ്രതിഫലം എന്നത് അന്നാറു, നരകമാകുന്നു. കാരണം അവർ സത്യവിശ്വാസം സ്വീകരിക്കാതിരുന്നു, അതോടൊപ്പം സത്യവിശ്വാസികളായ ആളുകളെ അവർ പ്രയാസപ്പെടുത്തി, സത്യവിശ്വാസം സ്വീകരിക്കുന്നതിൽ നിന്ന് അവർ ജനങ്ങളെ തടയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവർക്കുള്ള പ്രതിഫലം എന്താണ്? അന്നാറു, നരകമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ലഹും, അവർക്കുണ്ടായിരിക്കും ഫീഹ, നരകത്തിൽ ദാറുൽ ഖുൽദ്, സ്ഥിരവാസത്തിൻ്റെ ഭവനം. സ്വർഗത്തിൽ വീടുകളുള്ളതുപോലെ തന്നെ നരകത്തിലും വീടുകളുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, ഹദീസുകളിലും നമുക്ക് കാണാം. എന്നാൽ സ്വർഗത്തിലെ ഭവനങ്ങൾ എന്നുള്ളത് ആശ്വാസവും സമാധാനവും സന്തോഷവും നൽകുന്നതാണെങ്കിൽ നരകത്തിലെ ഭവനം എന്നത് കടുത്ത അഗ്നിയും ചുട്ടുതിളയ്ക്കുന്ന കാറ്റും വെള്ളവും അതേപോലെ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ ആ പ്രയാസങ്ങളുടെ എല്ലാം ഒരു ലോകമാണ് നരകത്തിലെ ഭവനം. എന്നാൽ ആ ഭവനം അവർ അവിടെ നിത്യവാസികളുമായിരിക്കും. ഒരിക്കലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ആ നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇപ്രകാരം സ്ഥിരവാസത്തിൻ്റെ ഭവനം കത്തിയാളുന്ന നരകാഗ്നിയിൽ നൽകപ്പെടാനുള്ള കാരണമെന്താണ്? അതിനുള്ള കാരണം അള്ളാഹു അവരോട് അനീതി കാണിച്ചതല്ല, അള്ളാഹു അവരോട് അതിക്രമം കാണിച്ചതല്ല, പിന്നെയോ അവർ തന്നെ ആ ഒരു വഴി തെരഞ്ഞെടുത്തതാണ്. ജസാഅൻ, അതൊരു പ്രതിഫലം എന്നുള്ള നിലക്കാണ്. ബിമാ കാനൂ ബിആയാതിന, അവർ നമ്മളുടെ ദൃഷ്ടാന്തങ്ങളെ യജ്ഹദൂൻ, നിഷേധിച്ചു തള്ളുന്നവരായിരുന്നു, ധിക്കരിക്കുന്ന ആളുകളായിരുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ ആയാത്തുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് നിലക്കാണ്. ഒന്ന്, വേദഗ്രന്ഥങ്ങളിലെ വചനങ്ങൾക്ക് ആയാത്തുകൾ എന്ന് പറയും. മറ്റൊന്ന്, പ്രപഞ്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ. ഇത് രണ്ടും മാർഗദർശനം നൽകാത്ത ആളുകൾ യഥാർത്ഥത്തിൽ അത്തരം ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നവരാണ്. അത്തരം ആളുകൾക്കുള്ള പ്രതിഫലം നരകത്തിൽ നിത്യവാസമായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അതുകൊണ്ട് തന്നെ ഇത് എല്ലാ ആളുകൾക്കും ഒരു പാഠമായിരിക്കേണ്ടതുണ്ട്. പരിപൂർണമായും ഇസ്ലാമിനെ നിഷേധിക്കുന്ന സത്യനിഷേധികളായ ആളുകൾക്കും, എന്നാൽ ഇസ്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങളെയും അള്ളാഹു പഠിപ്പിച്ച ചില ആശയങ്ങളെയും പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നിഷേധിക്കുന്ന ആളുകൾക്കും ഈ ആയത്ത് ഒരു താക്കീതായിരിക്കണം. കാരണം അള്ളാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിച്ച് തള്ളുന്നവനാരോ തീർച്ചയായും അവന് നരകം ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സതഫ്തരിഖു ഉമ്മത്തി അലാ 73 ഫിർഖ കുല്ലുഹും ഫിന്നാരി ഇല്ലാ വാഹിദ. എൻ്റെ ഉമ്മത്ത് 73 കക്ഷികളായി പിരിയും,
എല്ലാവരും നരകത്തിലാണ്, ഒരു വിഭാഗം ഒഴികെ എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് മുസ്ലിം ഉമ്മത്തിൽ തന്നെ വ്യത്യസ്ത കക്ഷികളുണ്ടാകും. അവർ പക്ഷേ ഒട്ടനവധി ഗൗരവമേറിയ വ്യതിയാനങ്ങൾ ഉള്ളവരായതിനാൽ അക്കാരണത്താൽ അവർ നരകത്തിൽ പ്രവേശിക്കേണ്ടി വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ, അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുക എന്നതാണ് സ്വർഗത്തിൽ പോകാൻ നമ്മെ സഹായിക്കുന്ന കാര്യം. അതിലേതെങ്കിലും ഒന്നിനെ നിഷേധിച്ചാൽ അതിന് നമുക്ക് നരകം ഒരു ശിക്ഷയായി ലഭിക്കുമെന്ന ഗൗരവപ്പെട്ട താക്കീതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 28-ാമത്തെ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ദാലിക ജസാഉ അഅദാഇല്ലാഹിൻ നാർ, തീർച്ചയായും ഇത് സത്യനിഷേധികളായ അള്ളാഹുവിൻ്റെ ശത്രുക്കളായ ആളുകൾക്കുള്ള പ്രതിഫലമാകുന്നു. അത് അന്നാർ, നരകമാകുന്നു. ലഹും ഫീഹാ ദാറുൽ ഖുൽദ്, അവർക്കവിടെ സ്ഥിരവാസത്തിൻ്റെ ഭവനമുണ്ട്. ജസാഅൻ ബിമാ കാനൂ ബിആയാതിനാ യജ്ഹദൂൻ, നമ്മുടെ വചനങ്ങളെ നിഷേധിച്ചത് കാരണത്താൽ അത് അവർക്ക് നൽകപ്പെടുന്ന പ്രതിഫലമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. ഇനി 29-ാമത്തെ ആയത്തിൽ ഈ നിഷേധികളായ ആളുകൾ, അവർക്ക് നരകത്തിൽ നിത്യവാസം ലഭിക്കുമ്പോൾ അവിടെ വെച്ച് അവർ പറയുന്ന ഒരു കാര്യമാണ് 29-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നത്. وقال الذين كفروا ربنا أرنا الذين أضلانا من الجن والإنس نجعلهما تحت أقدامنا ليكونا من الأسفلين. وقال الذين كفروا, സത്യനിഷേധികളായ ആളുകൾ പറഞ്ഞു, അല്ലെങ്കിൽ പറയും. എന്താണ് അവർ പറയുന്നത്? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, അരിന, ഞങ്ങൾക്കു നീ കാണിച്ചു തരണമേ, ഞങ്ങൾക്ക് നീ കാണിച്ചു തരണമേ. ആരെയാണ് കാണിച്ചു തരേണ്ടത്? അല്ലദൈനി, ആ രണ്ടാളുകളെ. അല്ലദീ അല്ലദാനി, അപ്പോൾ കാണിച്ചു തരേണ്ടത് അല്ലദൈനി, രണ്ടാളുകളെയാണ്. അദല്ലാന, അദല്ല യുദില്ലു ഇദ്ലാലൻ, വഴി പിഴപ്പിക്കുക. അദല്ലാന, അവർ ഞങ്ങളെ വഴി പിഴപ്പിച്ചിരിക്കുന്നു. ആരിൽ നിന്നുള്ള രണ്ടാളുകൾ? മിനൽ ജിന്നി, ജിന്നുകളിൽപ്പെട്ട, വൽ ഇൻസി, മനുഷ്യരിലും പെട്ട. അപ്പം ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ഞങ്ങളെ വഴിപിഴപ്പിച്ച ആ ആളുകളെ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. നജ്അൽഹുമ, ജഅല യജ്അലു ജഅലൻ, നജ്അൽഹുമ, അവർ രണ്ടുപേരെയും ഞങ്ങൾ ആക്കട്ടെ. എവിടെയാക്കട്ടെ? തഹ്ത, കീഴെ, അഖ്ദാമിന, ഖദമിൻ്റെ ജംആണ് അഖ്ദാം, ഞങ്ങളുടെ പാദങ്ങൾക്ക് കീഴെ അവരെ ഞങ്ങൾ ചവിട്ടി അരക്കട്ടെ. ഞങ്ങളുടെ കാലുകൾക്ക് കീഴെ ഞങ്ങൾ അവരെ ചവിട്ടി അരക്കട്ടെ. അതുകൊണ്ട് അവരെ ഞങ്ങൾക്ക് കാണിച്ചു തരൂ എന്ന് നരകത്തിൽ വെച്ച് സത്യനിഷേധികൾ പറയും. എന്തിനാണത്? ലിയകൂന, അവർ രണ്ടുപേരുമായി തീരാൻ, ഞങ്ങളെ വഴിപിഴപ്പിച്ച മനുഷ്യരിൽ നിന്നുള്ള അതേപോലെ തന്നെ ജിന്നുകളിൽ നിന്നുമുള്ള ആ രണ്ട് പ്രതിനിധികൾ, ലിയകൂന, അവർ രണ്ടുപേരുമായി തീരണം. എവിടെ? മിനൽ അസ്ഫലീൻ. അസ്ഫൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിത്തട്ടിൽ. അസ്ഫൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിത്തട്ട്, നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് അവരെ ഞങ്ങൾ ചവിട്ടി താഴ്ത്തട്ടെ, അവരെ ഞങ്ങൾക്ക് കാണിച്ചു തരൂ എന്ന് നരകത്തിൽ വെച്ച് സത്യനിഷേധികളായ ആളുകൾ പറയുമെന്നാണ്. അപ്പോൾ ഇതും വളരെ ശ്രദ്ധേയമായ ഒരു ആയത്താണ്. കാരണം ഈ ദുനിയാവിൽ മനുഷ്യനെ വഴിപിഴപ്പിക്കുവാൻ എമ്പാടും ആളുകളുണ്ട്, മനുഷ്യരിൽപ്പെട്ടവരും ജിന്നുകളിൽപ്പെട്ടവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ സൂറത്തു അൻആമിൽ, വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ ശയാത്തീനൽ ഇൻസി വൽ ജിൻ, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ശത്രുക്കൾ എക്കാലഘട്ടത്തിലും എല്ലാ നബിമാർക്കും ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്കാണ് മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചിട്ടുള്ളത്. എക്കാലഘട്ടത്തിലും സത്യത്തിൻ്റെ എതിരാളികൾ മനുഷ്യരിലും ജിന്നുകളിലും പെട്ടവരുണ്ട്. അവർ സമൂഹത്തെ വഴിതെറ്റിക്കും. തെറ്റായ പ്രേരണകൾ നൽകി, തെറ്റായ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ച് തീർച്ചയായും അവർ സമൂഹത്തെ എന്തു ചെയ്യുന്നു? വഴിതെറ്റിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളാണ്
സത്യത്തിൻ്റെ പാതയിൽ പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും എല്ലാം ഉണ്ടായിട്ടും സത്യത്തിൻ്റെ പാതയിൽ നിന്ന് ജനങ്ങളെ തടയുന്നത് മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ഈ ശത്രുക്കളാണ്. മിനൽ ജിന്നതി വന്നാസ് എന്ന് സൂറത്തുന്നാസിൽ പറഞ്ഞല്ലോ. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസി മിനൽ ജിന്നതി വന്നാസ്. മനുഷ്യരുടെ ഹൃദയങ്ങളിൽ വസ്വാസുണ്ടാക്കുന്ന ജിന്നുകളിലും മനുഷ്യരിലും പെട്ട ആളുകൾ, ശൈത്താനുകൾ, വഴിപിഴപ്പിക്കുന്നവർ, ഈ ആളുകളാണ് ജനങ്ങളെ ഖുർആനിൽ നിന്നും സത്യവിശ്വാസത്തിൽ നിന്നും ഇസ്ലാമിൽ നിന്നും തടഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ദുനിയാവിൽ വെച്ച് മനുഷ്യരെന്ത് ചെയ്തു? അവരുടെ വാക്കുകൾ കേട്ടു, അവരുടെ പിന്നാലെ കൂടി, അവർ പറയുന്നത് ശരിയാണ് എന്ന് അംഗീകരിച്ചു, അവർക്ക് സിന്ദാബാദ് വിളിച്ചു, അവർ പറയുന്നതായിരുന്നു അവർക്ക് ന്യായങ്ങൾ, സത്യങ്ങൾ. അങ്ങനെ അവർ ദുനിയാവിൽ അവരെ ഫോളോ ചെയ്തു. പക്ഷേ നാളെ ഖിയാമത്ത് നാളിൽ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമ്പോഴാണ് തങ്ങൾക്ക് പറ്റിയ അബദ്ധം അവർ തിരിച്ചറിയുന്നത്. ഞങ്ങൾ അനുസരിച്ചിരുന്നത് വഴിപിഴച്ച ആളുകളെയായിരുന്നു, അവരാണ് ഞങ്ങളെ വഴിപിഴപ്പിച്ചത്, അവർ പറഞ്ഞത് ഞങ്ങൾ അപ്പടി വിശ്വസിക്കുകയാണ് ഉണ്ടായത്. ഈ തിരിച്ചറിവ് അവർക്കുണ്ടാകുമ്പോൾ അവരോടുള്ള ദേഷ്യം അവരുടെ ഹൃദയങ്ങളിൽ കടുക്കും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അവർക്ക് ശിക്ഷ ഇരട്ടിയായി കിട്ടാൻ അവർ ആഗ്രഹിക്കും. ആ ആഗ്രഹമാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത്. തീർച്ചയായും ഇത് വരാനിരിക്കുന്ന ഒരു ലോകത്ത് സംഭവിക്കുന്ന കാര്യം എല്ലാം അറിയുന്നവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരികയാണ്. ഇത്തരം ആളുകളിൽ നാം ഉൾപ്പെടാതിരിക്കാൻ നാം അള്ളാഹുവിൽ നിന്നുള്ള മാർഗദർശനത്തെ പിൻപറ്റണം. നമ്മളെ വഴിതെറ്റിക്കാനും തെറ്റായതിലേക്ക് പ്രേരണ നൽകാനും മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കൾ കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ അതിനെയെല്ലാം അവഗണിച്ച് പ്രവാചകന്മാരെന്താണോ പഠിപ്പിക്കുന്നത്, വേദഗ്രന്ഥങ്ങളിൽ എന്താണോ ഉള്ളത്, അതനുസരിച്ച് ജീവിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവേണ്ടതുണ്ട്. വഖാലല്ലദീന കഫറു, സത്യനിഷേധികൾ അന്ന് പറയും നരകത്തിൽ വെച്ച്, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, അരിനല്ലദൈനി, ആ രണ്ടു കൂട്ടരെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ഇവിടെ അരിനല്ലദൈനി, ആ രണ്ടു കൂട്ടരെ എന്ന് പറഞ്ഞാൽ ആരെയാണ് ഉദ്ദേശം? അതിവിടെ പറയുന്നുണ്ട്, മിനൽ ജിന്നി വല്ലിൻസി, ജിന്നുകളിൽപ്പെട്ട അതേപോലെ തന്നെ മനുഷ്യരിലും പെട്ട. ചില തഫ്സീറുകളിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് ഇവിടെ ആ രണ്ടാളുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് പ്രത്യേകമായ രണ്ടാളുകളാണ്. അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി, അല്ലദൈനി അവല്ലാന, ഞങ്ങളെ വഴിതെറ്റിച്ച രണ്ടാളുകൾ എന്നതുകൊണ്ട് ഒന്ന് ഉദ്ദേശിക്കുന്നത് ഒന്ന് ഇബ്ലീസാണ്. കാരണം ഇബ്ലീസാണ് മനുഷ്യനെ വഴിതെറ്റിക്കുവാൻ വേണ്ടി കരാർ ഏറ്റെടുത്തിട്ടുള്ളത്. രണ്ടാമത്തത് വബ്നു ആദമല്ലദീ ഖതല അഖാ, തൻ്റെ സഹോദരനെ കൊന്ന ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രണ്ട് മക്കളിൽപ്പെട്ട ഒരു മകൻ. ആ വ്യക്തിയിലൂടെയാണ് ആദ്യത്തെ കൊലപാതകം നടക്കുന്നത്, ഏറ്റവും വലിയ പാപകർമ്മം നടക്കുന്നതും ആ വ്യക്തിയിലൂടെയാണ്. അതുകൊണ്ട് തിന്മക്ക് തുടക്കം കുറിച്ച ഒന്നാമത്തെ വ്യക്തി ഇബ്ലീസാണ്, അത് ജിന്നുകളിൽപ്പെട്ടവനാണ്. രണ്ടാമത്തെ വ്യക്തി മനുഷ്യരിൽപ്പെട്ട ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കളിൽപ്പെട്ട ഒരാൾ, തൻ്റെ സഹോദരനെ കൊന്നുകളഞ്ഞ ആ കാബീൽ എന്ന് പറയുന്ന വ്യക്തി. അതാണ് ഉദ്ദേശം എന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേ സന്ദർഭത്തിൽ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇവിടെ അങ്ങനെ പ്രത്യേകമായ രണ്ട് വ്യക്തിത്വങ്ങളല്ല ഉദ്ദേശിക്കപ്പെടുന്നത്, മറിച്ച് മനുഷ്യനെ വഴിതെറ്റിക്കാൻ എക്കാലഘട്ടത്തിലും ജിന്നുകളിലും മനുഷ്യരിലും പെട്ട പിശാചുക്കളുണ്ട്. ആ ആളുകളെ ഉദ്ദേശിച്ചാണ്, അഥവാ മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ആ വഴിതെറ്റിക്കുന്ന കരീനുകൾ, കൂട്ടുകാർ, അവരെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്നാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും വിശദീകരിച്ചത്. രണ്ടാണെങ്കിലും ശരിയാണ്. ആ പ്രത്യേക വ്യക്തികളാണ് തിന്മകൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. അതോടൊപ്പം പിന്നീട് ഇബ്ലീസിൻ്റെ അനുയായികളായി വന്നിട്ടുള്ള മുഴുവൻ ആളുകളും, അതേപോലെ തന്നെ തിന്മയുടെ വക്താക്കളായി മനുഷ്യ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളും ഈ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ ഓരോ സമൂഹവും അവരെ വഴിതെറ്റിച്ച ജിന്നുകളിലും മനുഷ്യരിലും പെട്ട മൊത്തം ആളുകളെ ഉദ്ദേശിച്ചാണ് ഇവിടെ പറയുന്നത്. അത് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ഒതുങ്ങുന്നതല്ല. മനുഷ്യനെ വഴിതെറ്റിക്കുന്നത് ഏതെങ്കിലും ഒരു ശൈത്താൻ മാത്രമല്ല, ഒട്ടനവധി ശൈത്താനുകൾ അതിൽ പങ്കെടുക്കും, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട. അവരെ എല്ലാം കൂടി ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പ്രയോഗമാണിത് എന്നതാണ് കൂടുതൽ ശരിയായിട്ടുള്ള അഭിപ്രായം. അപ്പോൾ അവരെ കാണിച്ചു തരാനാണ് പറയുന്നത്. അരിനല്ലദൈനി അവല്ലാന മിനൽ ജിന്നി വല്ലിൻസ്, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ഞങ്ങളെ വഴിതെറ്റിച്ചിട്ടുള്ള ആ ആളുകളെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ.
എന്തിനാണത്? നജഅൽഹുമാ തഹ്ത അഖ്ദാമിന, ഞങ്ങളുടെ കാലുകൾക്ക് കീഴെ ഞങ്ങൾ അവരെ ചവിട്ടിയരക്കട്ടെ. ദുനിയാവിൽ അവർ ഇവരെ ആദരിച്ചു, ബഹുമാനിച്ചു. തിന്മയിലേക്ക് നയിക്കുന്നവരാണെങ്കിൽ പോലും അവർക്ക് സിന്ദാബാദ് വിളിച്ചു, അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വലിയ സ്ഥാനങ്ങളൊക്കെ നൽകി. അങ്ങനെ ഇഹവും പരവും നഷ്ടപ്പെടുത്തി. പക്ഷേ ഖിയാമത്ത് നാളിൽ പറയുന്നത് എന്താണ്? അവരെ ഞങ്ങളുടെ കാലിനടിയിലിട്ട് ചവിട്ടി അരക്കട്ടെ. തഹ്ത അഖ്ദാമിന, ഞങ്ങളവരെ ചവിട്ടി താഴ്ത്തട്ടെ. ലിയകൂന മിനൽ അസ്ഫലീൻ, അവർ നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലാവാൻ. കാരണം നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലാണ് ഏറ്റവും മോശമായ സ്ഥാനം. അത് സ്വർഗത്തിന് നേരെ എതിരാണ്. സ്വർഗത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം എന്നത് ഏറ്റവും ഉയരത്തിലാണ്. നരകത്തിൽ ഏറ്റവും ഇളവുള്ള ശിക്ഷ എന്നത് നരകത്തിൻ്റെ ഏറ്റവും മേൽഭാഗത്താണ്. ഏറ്റവും കടുത്ത ശിക്ഷ എന്നത് ഏറ്റവും താഴ്ഭാഗത്തുമാണ്. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, കപടവിശ്വാസികൾ നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലാകുന്നു എന്ന് പറഞ്ഞത് അങ്ങനെയാണ്. നരകത്തിൻ്റെ അടിയിലേക്ക് പോകുന്തോറും ശിക്ഷ കൂടുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത് ലിയകൂന മിനൽ അസ്ഫലീൻ, ഏറ്റവും താഴെ നരകത്തിലെ ഏറ്റവും കൂടുതൽ ശിക്ഷയുള്ള ഭാഗത്തേക്ക് ഞങ്ങൾ അവരെ ചവിട്ടി താഴ്ത്തട്ടെ, അവരെ ഞങ്ങൾക്ക് കാണിച്ചു തരൂ. പക്ഷേ ഇത് പരലോകത്ത് വെച്ച് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല, എല്ലാവർക്കും ഒരേപോലെ ശിക്ഷ ലഭിക്കുന്നതാണ്. ഇവിടെ വെച്ചാണ് നമ്മളത് പ്രഖ്യാപിക്കേണ്ടത്. ഇവിടെ വെച്ച് നമ്മൾ പറയണം, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതിൽ നിന്ന് വിരുദ്ധമായി, പ്രവാചകന്മാർ കാണിച്ചു തന്നതിൽ നിന്ന് വിരുദ്ധമായി ജനങ്ങളെ തെറ്റിലേക്ക് നയിക്കുന്ന നേതാക്കന്മാരുണ്ടാകുമ്പോൾ അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതിന് പകരം അവരെ ധിക്കരിക്കുകയും അവരെ തള്ളിക്കളയുകയുമാണ് ചെയ്യേണ്ടത്. മറിച്ച് ഖുർആനിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കുന്ന ശരിയായ നേതാക്കളെ, ശരിയായ പണ്ഡിതന്മാരെ മാത്രമേ നമ്മൾ അനുസരിക്കാൻ പാടുള്ളൂ. എന്നാൽ പ്രമാണമൊന്നും നോക്കാതെ നേതാക്കന്മാരെ അന്ധമായി പിൻപറ്റി ജീവിച്ചാൽ ഈ ഒരവസ്ഥയുണ്ടാകും. ഈ അവസ്ഥ ഇല്ലാതിരിക്കുവാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹമ്മദ് ബിൻ ജരീർ അത്ത്-തബരി റഹിമഹുല്ലാഹ് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞു, നജ്അലു ഹദൈനി ലദൈനി അദല്ലാന തഹ്ത അഖ്ദാമിന, ഞങ്ങളെ വഴിപിഴപ്പിച്ച മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ആ ആളുകളെ ഞങ്ങളുടെ കാലുകൾക്ക് താഴെ ഞങ്ങളാക്കട്ടെ, അവരെ കാണിച്ചു തരൂ എന്ന് റബ്ബിനോട് അവർ പറയും. ലിഅന്ന അബ്വാബ ജഹന്നമ ബഅദുഹാ അസ്ഫലു മിൻ ബഅദ്, കാരണം നരകത്തിൻ്റെ വാതിലുകൾ എന്ന് പറഞ്ഞാൽ ചിലത് മറ്റു ചിലതിനേക്കാൾ താഴെയാണ്. വകുല്ലു മാ സഫല മിൻഹാ ഫഹുവ അശദ്ദു അലാ അഹ്ലിഹി, എത്ര താഴോട്ട് പോകുന്നുവോ അത്രയും കഠിനമായ ശിക്ഷയാണ് നരകത്തിലുള്ളത്. വ അദാബു അഹ്ലിഹി അഗ്ലദ്, ഏറ്റവും അടിത്തട്ടിലുള്ള ആളുകളുടെ ശിക്ഷയാണ് കൂടുതൽ കണിശമായത്, പരുക്കനായിട്ടുള്ളത്. വലിദാലിക സഅല ഹഉലാഇൽ കുഫാറു റബ്ബഹും അൻ യുരിയഹുമുൽ ലദൈനി അദല്ലാഹും ലിയജ്അലൂഹുമാ അസ്ഫല മിൻഹും ലിയകൂന ഫീ അശദ്ദിൽ അദാബി ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ. അതുകൊണ്ട് തന്നെ വഴി തെറ്റിച്ച ആളുകളോടുള്ള കടുത്ത വിദ്വേഷവും ദേഷ്യവും കാരണത്താൽ അവരെ ഏറ്റവും അടിത്തട്ടിലാക്കാൻ അന്ന് സത്യനിഷേധികൾ ആഗ്രഹിച്ചു പോകുമെന്നാണ്. എന്നാൽ നാം യഥാർത്ഥത്തിൽ പിൻപറ്റേണ്ടത് അള്ളാഹുവിനെയും റസൂലിനെയുമാണ്. അതുകൊണ്ടാണ് നരകത്തിൽ യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അതഅന അല്ലാഹ വ അതഅന റസൂല വഖാലൂ റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാഅനാ ഫഅദല്ലൂന സബീല റബ്ബനാ ആതിഹിം ളിഅഫൈനി മിനൽ അദാബി വൽഅൻഹും ലഅനൻ കബീറ. സൂറത്തുൽ അഹ്സാബിൽ നമുക്ക് കാണാം, നരകത്തിൽ കടന്ന് എരിയുമ്പോൾ, ഇളകി മറയുമ്പോൾ സത്യനിഷേധികൾ പറയും, ഞങ്ങളുടെ നാശമേ അതഅന അല്ലാഹ വ അതഅന റസൂല, ഞങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ്. അപ്പോൾ അനുസരിക്കേണ്ടത് അള്ളാഹുവിനെയും റസൂലിനെയുമാണ്. അതിനു പകരം അവരെന്താ ചെയ്തത്? വഖാലു, അവർ പറയും, റബ്ബന അതഅന സാദതന, അള്ളാഹുവേ ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലെ സാദാത്തുക്കളെ, നേതാക്കന്മാരെ, വകുബറാഅന പ്രമാണിമാരെ, അവരെയാണ് ഞങ്ങൾ അനുസരിച്ചത്. ഫഅദല്ലൂന സബീല, അപ്പോൾ ശരിയായ വഴിയിൽ നിന്ന് അവർ ഞങ്ങളെ തെറ്റിച്ചു കളഞ്ഞു. അപ്പോൾ വലിയ സാദാത്തുക്കളായി രംഗത്ത് വരുന്ന ആളുകൾ, പ്രമാണിമാരായി രംഗത്ത് വരുന്ന ആളുകൾ, അവരുടെ കയ്യിൽ പണം മാത്രമേ ഉണ്ടാകൂ, നേതൃത്വം മാത്രമേ ഉണ്ടാകൂ, പ്രമാണമുണ്ടാവുകയില്ല. പക്ഷേ അവർ വലിയ ആളുകളല്ലേ, നേതാക്കളല്ലേ എന്ന് കരുതി ഞങ്ങൾ അവരെ പിൻപറ്റിപ്പോയി റബ്ബേ. അതുകൊണ്ട് റബ്ബന ആതിഹിം ളിഅഫൈനി മിനൽ അദാബ്, അല്ലാഹുവേ അവർക്ക് ഇരട്ടി ശിക്ഷ നൽകണമേ. വൽഅൻഹും ലഅനൻ കബീറ, അതികഠിനമായ ഒരു ശാപം നീ അവരെ ശപിക്കുകയും ചെയ്യണമേ എന്ന് നരകത്തിൽ കടന്ന് സത്യനിഷേധികൾ നിലവിളിക്കും. പക്ഷേ ഇത് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക്
മുൻകൂട്ടി അറിയിച്ചു തരുന്നത് എന്തിനാണ്? ഈ ഒരു അബദ്ധം നമുക്ക് പറ്റാതിരിക്കാനാണ്, ഈ ഒരു തെറ്റ് നമുക്ക് പറ്റാതിരിക്കാനാണ്. അതുകൊണ്ട് തന്നെ നേതാക്കളെയും പ്രമാണിമാരെയും അന്ധമായി പിൻപറ്റരുത്, പ്രമാണത്തെയാണ് പിൻപറ്റേണ്ടത്. ഖുർആനിനെയും സുന്നത്തിനെയും അനുസരിച്ചാണ്, അതിൻ്റെ ആശയങ്ങൾക്കൊത്താണ് ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടത്. ഇല്ലെങ്കിൽ വലിയ അബദ്ധം സംഭവിക്കുമെന്നാണ് ഈ വചനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രത്യേകിച്ചും സൂറത്തു ഫുസ്സിലത്തിലെ 41-ാം അധ്യായത്തിലെ 29-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവപൂർവ്വം നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്ന കാര്യം ഇതാണ്. സമാനമായ ആശയം സൂറത്തുൽ അറാഫ് 38-39 വചനങ്ങൾ നമുക്ക് കാണാം. ഖാല ദുഖുലൂ ഫീ ഉമമിൻ ഖദ് ഖലത് മിൻ ഖബ്ലികും മിനൽ ജിന്നി വൽ ഇൻസി ഫിന്നാർ. ഓരോ സംഘത്തോടും സമൂഹത്തോടും നരകത്തിലേക്ക് പ്രവേശിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇതാ നിങ്ങൾ പ്രവേശിച്ചുകൊള്ളൂ, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പൂർവ്വ സമൂഹം നരകത്തിലെത്തിക്കഴിഞ്ഞു, ഇനി നിങ്ങളും പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നരകത്തിലേക്ക് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവേശിപ്പിക്കുന്ന സന്ദർഭത്തിൽ കുല്ലമാ ദഖലത് ഉമ്മത്തുൻ ലഅനത് ഉഖ്തഹാ ഹത്താ ഇദാ ദാറകൂ ഫീഹാ ജമീഅ. അങ്ങനെ ഓരോ ഉമ്മത്തും മറ്റൊരു ഉമ്മത്തിനെ കണ്ടുമുട്ടുമ്പോൾ ഖാലത്തു ഖുറാഹും ലിഊലാഹും, പിന്നീട് വന്നവർ ആദ്യ ആളുകളോട് പറയും, റബ്ബനാ ഹൗലായി അദല്ലൂന, അല്ലാഹുവേ ഇവരാണ് ഞങ്ങളെ വഴിപിഴപ്പിച്ചത്, ഇവരെ ഞങ്ങൾ കാരണവന്മാരായി കണ്ടു, ഞങ്ങളുടെ പൂർവ്വപിതാക്കളായി കണ്ടു, അവർ ചെയ്തതുപോലെ ഞങ്ങളും ചെയ്തു, അവരുടെ വിശ്വാസവും ആചാരവും ഞങ്ങൾ സ്വീകരിച്ചു, അതുകൊണ്ട് ഫആതിഹിം അദാബൻ ളിഅഫൻ മിനൻ നാർ, അവർക്ക് നരകത്തിൽ നിന്ന് ഇരട്ടി ശിക്ഷ നൽകണമേ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഖാല ലികുല്ലിൻ ളിഅഫുൻ വലാകിൻ ലാ തഅലമുൻ, എല്ലാവർക്കും ഇരട്ടി ശിക്ഷയുണ്ട്, പക്ഷേ നിങ്ങൾ അറിയുന്നില്ല. കാരണം ഇവർ പൂർവ്വപിതാക്കളെ കുറ്റം പറയും, പക്ഷേ ഇവർക്ക് ശേഷം വന്ന തലമുറ ഇവരെയാണ് കുറ്റം പറയുക. കാരണം അവർ ഇവരെ കണ്ടാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും പറയാൻ ഒരു പൂർവ്വതലമുറ ഉണ്ടാകും. അതുകൊണ്ട് ആരും ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. സത്യത്തിലേക്ക് നയിക്കാൻ പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, വേദഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ട്. അതിനെയെല്ലാം അവഗണിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉപ്പമാര് ചെയ്തത് മതി, ഞങ്ങളുടെ നാട്ടുനടപ്പ് മതി, പണ്ടേ ചെയ്തു വരുന്നത് മതി, അതല്ലാതെ ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ടതില്ല എന്ന് പറയുന്നവർ നാളെ നരകത്തിൽ വിലപിക്കും. അവരെ വഴിതെറ്റിച്ച പൂർവ്വ തലമുറയെ തള്ളിപ്പറയും, അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണമേ എന്ന് പറയും. ദുനിയാവിൽ വെച്ച് അവർ ഞങ്ങളുടെ പിതാക്കന്മാരാണ്, കാരണവന്മാരാണ്, ഞങ്ങൾക്ക് അവരോട് ബഹുമാനമാണ്, ആദരവാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ നാളെ നരകത്തിൽ വെച്ച് ഇവരെ ശപിക്കാനും കടുത്ത ശിക്ഷ നൽകാനും ഇരട്ടി ശിക്ഷ നൽകാനും നരകത്തിൻ്റെ അടിത്തട്ടിലേക്ക് അവരെ ചവിട്ടിത്താഴ്ത്തട്ടെ എന്നുള്ള നിലക്കൊക്കെയാണ് അന്ന് പറയുന്നത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വ്യക്തമാക്കി തരികയാണ്. ഇതെല്ലാം നേരത്തെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നത് എന്തുകൊണ്ടാണ്? ഒരു വേള അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇത് മറച്ചു വെക്കാമായിരുന്നു. നരകത്തിൽ സംഭവിക്കുന്ന കാര്യം നരകത്തിൽ പോയി അറിഞ്ഞോട്ടെ എന്ന് റഹ്മാനായ റബ്ബ് തീരുമാനിച്ചില്ല. നമ്മളോടുള്ള കാരുണ്യം കാരണത്താൽ നമുക്ക് ഗുണപാഠമായി തീരാൻ, നമ്മൾ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുൻകൂട്ടി അറിയിച്ചു തരികയാണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതുകൊണ്ട് ആ ഒരു അബദ്ധം നിങ്ങൾക്ക് വരാതിരിക്കാൻ ഇവിടെ വെച്ച് തന്നെ നിങ്ങൾ എന്ത് വേണം? അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക. യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും നിങ്ങൾക്കിടയിലുള്ള കൈകാര്യകർത്താക്കളെയും അനുസരിക്കണം. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, ഏതൊരു വിഷയത്തിൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടായാലും ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, അതിനെ നിങ്ങൾ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം, ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണം, അതല്ലാത്തവരിലേക്ക് മടക്കരുത്, അത് അബദ്ധമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് 29-ാമത്തെ വചനം എന്ന് മനസ്സിലാക്കുക. ഇനി എന്താണ് 30-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? പരിശോധിക്കാം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫൂ വലാ തഹ്സനൂ وأبشروا بالجنة التي كنتم توعدون. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, തീർച്ചയായും ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന്
പറഞ്ഞവർ, ഇന്നല്ലദീന ഖാലു, ഇങ്ങനെ പറഞ്ഞവർ എന്താണ് പറഞ്ഞത്? റബ്ബുന, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാകുന്നു. സുമ്മസ്തഖാമു, പിന്നീട് ഇസ്തിഖാമത്തോടുകൂടി, ഇസ്തഖാമ എന്ന് പറഞ്ഞാൽ നേരെ നിലകൊള്ളുക എന്നാണ്. വളവില്ലാതെ വക്രതയില്ലാതെ നേരെ ചൊവ്വേ നിലകൊള്ളുന്നതിനാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. ഇസ്തഖാമ യസ്തഖീമു ഇസ്തിഖാമത്തൻ. അങ്ങനെ അള്ളാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പറയുകയും പിന്നീട് ആ ആദർശമനുസരിച്ച് നിലകൊള്ളുകയും ചെയ്ത ആളുകൾ അവർ മരണപ്പെടുമ്പോൾ തതനസ്സലു അലൈഹിം അൽ മലായിക, തനസ്സല യതനസ്സലു തനസ്സുലൻ, കൂട്ടം കൂട്ടമായി ഇറങ്ങുക, അതിനാണ് തനസ്സല എന്ന് പറയുക. തതനസ്സലു അലൈഹിം അൽ മലായിക, അവരുടെ മേൽ മലക്കുകൾ കൂട്ടം കൂട്ടമായി ഇറങ്ങുന്നതാണ്. ഇത് മരണസന്ദർഭത്തിലാണ് എന്ന് ഖുർആനിലൂടെയും അതേപോലെ തന്നെ ഹദീസിലൂടെയും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. വ്യക്തമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. വിശ്വാസികളായ ആളുകൾ മരണപ്പെടുന്ന സന്ദർഭത്തെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. അങ്ങനെ മലക്കുകൾ കൂട്ടം കൂട്ടമായി വന്നുകൊണ്ട് പറയും, അല്ലാ തഖാഫു. എന്താ പറയുന്നത്? ലാ തഖാഫു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഖാഫ യഖാഫു ഖൗഫൻ, ഖാഫ എന്ന് പറഞ്ഞാൽ ഭയപ്പെടുക. അല്ലാ തഖാഫു, നിങ്ങൾ ഭയപ്പെടരുത്. വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കുകയും ചെയ്യരുത്. ഹസന യഹ്സുനു ഔ യഹ്സനു ഹുസ്നൻ, സങ്കടപ്പെടുക. വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കരുത്. ഹുസ്ന് നിങ്ങൾക്ക് വേണ്ട, സങ്കടം വേണ്ടതില്ല. വലാ തഹ്സനു വ അബ്ശിറു, അബ്ശറ എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുക. അബ്ശറ യുബ്ശിറു ഇബ്ശാറൻ വ അബ്ശിറു, നിങ്ങൾ സന്തോഷിച്ചുകൊള്ളൂ. എന്തുകൊണ്ട്? ബിൽ ജന്ന, സ്വർഗം കൊണ്ട്. അല്ലത്തി കുൻതും തുഅദുൻ, അത് നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടതായിരുന്നു. വഅദ യഇദു വഅദൻ, വാഗ്ദത്തം. വ അബ്ശിറു ബിൽ ജന്നത്തി അല്ലത്തി കുൻതും തുഅദുൻ, നിങ്ങൾ വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് സന്തോഷിച്ചുകൊള്ളൂ. വളരെ ശ്രദ്ധേയമായ ഒരായത്താണ്. വിശ്വാസികൾക്ക് ഏറെ ആശ്വാസവും ആഹ്ലാദവും സമാധാനവും നൽകുന്ന, പരിപൂർണമായ നിർഭയത്വം നൽകുന്ന ഒരു ആയത്താണ് ഈ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞവർ. ഇവിടെ ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറയുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്കറിയാം, അബൂജഹലും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന്. അബൂലഹബും മക്കയിലെ മുശ്രിക്കുകളും ലോകത്തിലെ ഒട്ടുമിക്ക ബഹുദൈവാരാധകരും ഈ കാര്യം അംഗീകരിക്കുന്നതാണ്. അല്ലാഹുവാകുന്നു ഞങ്ങളുടെ റബ്ബ്. പക്ഷേ അങ്ങനെ പറയുന്ന ആളുകൾക്ക് അവർ ഇതിൻ്റെ പരിധിയിൽ വരുന്നതാണോ? ഒരിക്കലുമല്ല. കാരണം ഇവിടെ ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറയുന്നതിന് ഒരു പൊരുളുണ്ട്. സൂറത്തുൽ കഹ്ഫിൽ നമുക്ക് കാണാം, വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമു ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതത. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തി. അസ്ഹാബുൽ കഹ്ഫിൻ്റെ കാര്യമാണ് പറയുന്നത്. അവർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രഖ്യാപിച്ചു, എന്താണ്? റബ്ബുന, ഞങ്ങളുടെ റബ്ബെന്ന് പറഞ്ഞാൽ റബ്ബുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ രക്ഷിതാവാണ്. അതുകൊണ്ട് തന്നെ ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹ, അവന് പുറമെ മറ്റൊരു ഇലാഹിനെയും ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല. ലഖദ് ഖുൽനാ ഇദൻ ശതത, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വലിയ ഒരു അന്യായമാണ് പറയുന്നത് എന്നാണ്. വലിയ ഒരു അന്യായമാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പറയുന്നത്. ഞങ്ങളത് പറയില്ല. അള്ളാഹുവിന് പുറമെ ഒരാളെയും ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല. അപ്പോൾ ഈ ഒരു തൗഹീദിൻ്റെ പ്രഖ്യാപനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവ് അള്ളാഹുവാണ് എന്നുള്ള തൗഹീദുർ റുബൂബിയത്തിൻ്റെ അംഗീകാരമല്ല. അള്ളാഹുവാണ് റബ്ബെങ്കിൽ പിന്നെ ഉലൂഹിയത്തിലും അവൻ തന്നെയാണ് ഏകൻ. അതുകൊണ്ട് അവനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, അവനോട് മാത്രമേ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ, അവനിൽ ഒരു നിലക്കും ഞങ്ങൾ പങ്കു ചേർക്കുകയില്ല എന്ന തൗഹീദിൻ്റെ പ്രഖ്യാപനം ആരെങ്കിലും നിർവഹിച്ചാൽ അതാണ് ഇവിടെ ഉദ്ദേശം. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പറഞ്ഞാൽ അവനെ മാത്രമേ ഇനി ഞങ്ങൾ ആരാധിക്കൂ, അവനോട് മാത്രമേ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന പ്രഖ്യാപനമാണ്. അതുകൊണ്ടാണ് ഉടനെ തന്നെ പറഞ്ഞത് സുമ്മസ്തഖാമു, പിന്നെ നേരെ ചൊവ്വെ നിലകൊള്ളുകയും ചെയ്താൽ. മുഫസ്സിരീങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ള കാര്യം അതുകൊണ്ടുള്ള ഉദ്ദേശം പിന്നീട് ശിർക്ക് കലരാതിരുന്നാൽ എന്നാണ്. പല സ്വഹാബികളിൽ നിന്നും അത് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്.
അള്ളാഹുവാകുന്നു ഞങ്ങളുടെ റബ്ബ് എന്ന് പറയുകയും സുമ്മസ്തഖാമു എന്ന് പറഞ്ഞാൽ പിന്നീട് അതിലേക്ക് ഒരു നിലക്കുമുള്ള ഷിർക്ക് കലർത്താതിരിക്കുകയും ചെയ്താൽ, സൂറത്തുൽ അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിക്കുകയും പിന്നീട് ആ വിശ്വാസത്തിൽ ഒരു നിലക്കുമുള്ള ളുൽമ് കലർത്താതിരിക്കുകയും ചെയ്താൽ, ഒരു നിലക്കുമുള്ള ളുൽമ് കലർത്താതിരിക്കുകയും ചെയ്താൽ, അവിടെ ളുൽമ് കൊണ്ടുള്ള ഉദ്ദേശം ഷിർക്കാണ്. ളുൽമ് കൊണ്ടുള്ള ഉദ്ദേശം ഷിർക്കാണ്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. സുമ്മസ്തഖാമു എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും പിന്നീട് ഷിർക്ക് കലരാതിരിക്കുകയും ചെയ്താൽ. അതോടൊപ്പം തന്നെ മറ്റു മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തി അള്ളാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവ് എന്ന് പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ ആ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും അവൻ അയച്ചിട്ടുള്ള പ്രവാചകന്മാരെയും അവൻ അവതരിപ്പിച്ചിട്ടുള്ള വേദഗ്രന്ഥങ്ങളെയും പിൻപറ്റിക്കൊണ്ടും ജീവിക്കുന്നതിനാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. അതും ശരിയായ വ്യാഖ്യാനം തന്നെയാണ്. അപ്പോൾ ചുരുക്കത്തിൽ തൗഹീദ് അംഗീകരിക്കുകയും പ്രവാചകന്മാരുടെ നുബുവത്ത് അംഗീകരിച്ചുകൊണ്ട് അവരെ അനുസരിച്ചുകൊണ്ട് മരണം വരെ ജീവിക്കുകയും ചെയ്യുന്നതിനാണ് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു എന്ന ഈ ഒരു ആയത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസം മാത്രം പോരാ, ആ വിശ്വസിച്ച കാര്യത്തിനനുസരിച്ച് അതിനെ സത്യപ്പെടുത്തുന്ന രൂപത്തിൽ സത്യസന്ധമായി ജീവിക്കുകയും വേണം. അങ്ങനെ മുസ്ലിമായി ജീവിക്കുകയും മുസ്ലിമായ നിലക്ക് തന്നെ മരിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരുടെ മരണവേളയിൽ തതനസ്സലു അലൈഹിമുൽ മലായിക, കൂട്ടം കൂട്ടമായി മലക്കുകൾ, മലക്കുൽ മൗത്തിൻ്റെ കൂടെ കൂട്ടം കൂട്ടമായി മലക്കുകൾ വരും. സ്വഹീഹായ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന, ഒരു വിശ്വാസിയായ ഒരാൾ മരണപ്പെടുന്ന സന്ദർഭത്തിൽ ആദ്യം തന്നെ കൂട്ടം കൂട്ടമായി മലക്കുകൾ അയാളുടെ അടുക്കൽ വന്നിരിക്കും. നോക്കത്താ ദൂരത്തോളം അവരുണ്ടാകുമെന്നാണ്. പിന്നീടാണ് മലക്കുൽ മൗത്ത് വരുന്നത്. ആ മലക്കുകൾ വന്നുകൊണ്ട് ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. കാരണം രണ്ട് വികാരങ്ങളാണ് മരിക്കുന്ന സന്ദർഭത്തിലുണ്ടാവുക. ഒന്ന്, മരണശേഷം എന്തു സംഭവിക്കുമെന്ന പേടി. രണ്ടാമത്തത്, ദുനിയാവിൽ വിട്ടേച്ചു പോകുന്ന സ്വത്തുക്കൾ, സമ്പാദ്യങ്ങൾ, ഇഷ്ടപ്പെട്ടവർ, കുടുംബക്കാർ, ഇണകൾ, മക്കൾ, സന്താനങ്ങൾ, സ്ഥാനമാനങ്ങൾ തുടങ്ങിയവയെ സംബന്ധിച്ചുള്ള സങ്കടം. അപ്പോൾ ഒന്ന് മരണവേളയിലുണ്ടാകുന്ന രണ്ട് വികാരമാണ്. ഒന്ന് വിട്ടേച്ചു പോകുന്നതിനെക്കുറിച്ചുള്ള സങ്കടം, മറ്റൊന്ന് വരാനിരിക്കുന്ന ഭാവിയെക്കുറിച്ചുള്ള പേടി. ഇത് രണ്ടുമാണ് മരണസമയത്തുണ്ടാകുന്ന വികാരം. ഈ രണ്ട് വികാരങ്ങളും നിങ്ങൾക്ക് വേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മലക്കുകൾ വരുന്നത്. അത് ഏറ്റവും വലിയ ആശ്വാസമാണ്. ഒന്ന്, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. അല്ലാ തഖാഫു, പേടിക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഖബറിലും മഹ്ശറിലും എല്ലാം ഖൈറ് മാത്രമാണ്. വലാ തഹ്സനു, ഇനി വിട്ടേച്ചു പോകുന്നതിനെക്കുറിച്ചുള്ള സങ്കടം വേണ്ടതില്ല. അതിൽ അർഹതപ്പെട്ടത് നിങ്ങളിലേക്ക് എത്തിച്ചേരും. നിങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങൾ, അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും, മുറിഞ്ഞു പോവാതെ ലഭിക്കും. നല്ല സന്താനങ്ങളുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥന നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ ദുനിയാവിൽ നിങ്ങൾ ചെയ്ത നല്ല സദക്കകൾ, ദാനധർമ്മങ്ങൾ, അതൊക്കെ വലിയ പ്രതിഫലമായി പരലോകത്തുണ്ടാകും. അതേപോലെ തന്നെ നിങ്ങളുടെ ഇണകളും സന്താനങ്ങളും പ്രിയപ്പെട്ടവരും വിശ്വാസികളാണെങ്കിൽ അവരെയും നിങ്ങൾക്ക് സ്വർഗ്ഗലോകത്ത് വെച്ച് മഹ്ശറിൽ വെച്ച് കണ്ടുമുട്ടാം. സ്വർഗത്തിൽ അവരുടെ കൂടെ തന്നെ താമസിക്കാം. അതോടൊപ്പം ദുനിയാവിൽ നിങ്ങൾ വിട്ടേച്ചു പോകുന്ന സമ്പത്തിനേക്കാൾ എത്രയോ ഉന്നതമായതാണ് സ്വർഗ്ഗലോകത്ത് നിങ്ങൾക്ക് ലഭിക്കാനും പോകുന്നത്. അതുകൊണ്ട് തന്നെ വിട്ടേച്ചു പോകുന്നതിനെക്കുറിച്ചുള്ള ഒരു സങ്കടവും വേണ്ടതില്ല, വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ചുള്ള പേടിയും നിങ്ങൾക്ക് വേണ്ടതില്ല. ഇത്രയും വലിയ ആശ്വാസവാക്ക് വേറെയില്ല മരിക്കുന്ന സന്ദർഭത്തിൽ. ഈ ഒരു ആശ്വാസവാക്ക് കേട്ടുകൊണ്ടാണ് ഏതൊരു വിശ്വാസിയും മരിക്കുക. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അങ്ങനെയുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്നിട്ട് പറയും, വ അബ്ശിറൂ, സന്തോഷിച്ചുകൊള്ളൂ, നിങ്ങൾക്ക് ആഹ്ലാദിക്കാനേ വകുപ്പുള്ളൂ, സങ്കടപ്പെടേണ്ടതില്ല. ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട, ലഭിക്കുമെന്ന് വാഗ്ദത്തം ചെയ്യപ്പെട്ട ആ സ്വർഗലോകത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചുകൊള്ളുക. ഇത്രയും നല്ല ഒരു മരണം, ആശ്വാസവാക്കുകൾ കേട്ടുകൊണ്ടുള്ള മരണം, അത് വിശ്വാസികൾക്ക് മാത്രം ലഭിക്കുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും ഈ രൂപത്തിലുള്ള ഒരു മരണം അനിവാര്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി
വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കേണ്ടുന്ന മുറപ്രകാരം അള്ളാഹുവിനെ ഭയപ്പെട്ട് നിങ്ങൾ ജീവിക്കണം. മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല. മുസ്ലിമീങ്ങളായിട്ടേ നമ്മൾ മരിക്കാൻ പാടുള്ളൂ. വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നിനക്ക് മരണം വരുന്നത് വരെ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് അതിൽ ഇസ്തിഖാമത്തോടുകൂടി നീ നിലകൊള്ളണം. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, അള്ളാഹുവെ സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതിനുവേണ്ടിയാണ്. കാരണം ഒരിക്കലും തെറ്റിപ്പോകാൻ പാടില്ല. മരിക്കുന്നത് വരെ നമ്മെ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ നേരത്തെ സൂചിപ്പിച്ച രൂപത്തിലുള്ള മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ആ ആയത്തുകൾക്ക് ശേഷം ഈ ആയത്ത് വന്നത് തന്നെ ശ്രദ്ധേയമാണ്. കാരണം കഴിഞ്ഞ വചനങ്ങളിൽ പറയുന്നത് എന്താണ്? മനുഷ്യനെ വഴിതെറ്റിച്ച് കളയുന്ന കൂട്ടുകാരെക്കുറിച്ചാണ്. വഖയ്യദ്നാ ലഹും ഖുറനാഅ ഫസയ്യനൂ ലഹും മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. അത്തരം സത്യനിഷേധികളായ ആളുകൾക്ക് മനുഷ്യരിലും ജിന്നുകളിലും പെട്ട കൂട്ടുകാരെ നാം ഏർപ്പാടാക്കി കൊടുക്കും. അവർ മനുഷ്യനെ വഴിതെറ്റിച്ചുകൊണ്ടേയിരിക്കും. ആ വഴികേടിനെ അവർ ഹിദായത്തായി അവർക്ക് തോന്നിപ്പിച്ചു കൊടുക്കും. ഞങ്ങളാണ് ശരിയായ റൂട്ടിൽ നിന്ന് തോന്നിപ്പിച്ചു കൊടുക്കും. അങ്ങനെ അവരുടെ ആ പ്രേരണക്ക് വശംവദരായി തിന്മ ചെയ്യുന്ന ആളുകളാണ് പിന്നീട് പറയുന്നത്, അവരെ ഞങ്ങളുടെ കാൽക്കീയിലിട്ട് തന്നാൽ ചവിട്ടി ഞങ്ങൾ അവരെ നരകത്തിൻ്റെ അടിത്തട്ടിലേക്ക് താഴ്ത്തട്ടെ എന്ന് പറയുന്നത്. അങ്ങനെ വഴിതെറ്റിച്ച് കളയുന്നവരുണ്ട്. അതുകൊണ്ടാണ് അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അങ്ങനെയുള്ള പല നിലക്കുമുള്ള പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും ഉണ്ടാകുമ്പോൾ അവിടെ ഇസ്തിഖാമത്തോടുകൂടി നിലകൊള്ളണം. പതറിപ്പോകാൻ പാടില്ല. സിറാത്തുൽ മുസ്തഖീമിൽ അടിയുറച്ചു നിൽക്കണം. അതിനാണ് ഇസ്തിഖാമത്തോടുകൂടി നിലകൊള്ളുക എന്ന് പറഞ്ഞാൽ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റാതിരിക്കലാണ്. പല വഴികളും വേറെ ഉണ്ടാകും. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഉ വലാ തത്തബിഉ സുബുല. ഇതാകുന്നു എൻ്റെ നേരായ മാർഗം, ആ മാർഗത്തെ മാത്രമേ നിങ്ങൾ പിൻപറ്റാവൂ. വലാ തത്തബിഉ സുബുൽ, മറ്റു മാർഗങ്ങളെ പിൻപറ്റരുത്. ഫതഫറഖ ബികും അൻ സബീലി, അപ്പോൾ ശരിയായ റൂട്ടിൽ നിന്ന് തെറ്റിപ്പോകും. അതുകൊണ്ടാണ് നാം എപ്പോഴും ദുആ ചെയ്യണം, റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയത്തെ നീ ഹിദായത്ത് നൽകിയതിന് ശേഷം തെറ്റിച്ചു കളയല്ലേ റബ്ബേ. അതാണ് മിൻ ബഅദി മാ ഹദൈതന, നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകി അതിനുശേഷം തെറ്റിച്ചു കളയല്ലേ റബ്ബേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിൽ, നിൻ്റെ മതത്തിൽ നീ ഉറപ്പിച്ചു നിർത്തണമേ. അതുകൊണ്ട് ഒരിക്കലും തന്നെ ഇസ്തിഖാമത്ത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഒരിക്കലൊരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞത്, അല്ലാഹുവിൻ്റെ റസൂലേ, ഖുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ഗൈറക്. എനിക്ക് ഇസ്ലാമിൽ ഒരു കാര്യം പറഞ്ഞു തരണം, താങ്കളല്ലാത്ത മറ്റൊരാളോട് എനിക്ക് പിന്നെ അതിനെക്കുറിച്ച് ചോദിക്കേണ്ട ഒരാവശ്യമുണ്ടാവരുത്. പെർഫെക്റ്റായ ഒരു മറുപടി വേണമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിയ മറുപടി എന്താണ്? ഖുൽ, നീ പറയണം, ആമൻതു ബില്ലാഹ്, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, അഥവാ അവൻ്റെ ഏകത്വത്തിൽ തൗഹീദിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നീ പറയണം. സുമ്മസ്തഖിം, പിന്നെ നീ ഒരിക്കലും വഴിതെറ്റാതെ, ഷിർക്കില്ലാതെ, മറ്റു ഖുറാഫാത്തുകളോ ബിദ്അത്തുകളോ തിന്മകളോ ഇല്ലാതെ നല്ല മനുഷ്യനായി മരിക്കുന്നവരെ ജീവിക്കണം. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് അതാണ്, തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്സാലിഹിൻ. മുസ്ലിമായി നീ എന്നെ മരിപ്പിക്കണമേ, സ്വാലിഹീങ്ങളിൽ നീ എന്നെ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ. മുസ്ലിമായി മരിക്കുക എന്നതാണ് പ്രധാനം. ഇന്നമൽ അഅമാലു ബി ഖവാതീമിഹ. മനുഷ്യർ മരിക്കുന്ന സന്ദർഭത്തിലുള്ള അമലനുസരിച്ചാണ് അവന് സ്വർഗവും നരകവും ലഭിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും സഹോദരങ്ങളെ ഇസ്തിഖാമത്ത് നഷ്ടപ്പെടരുത്. അതിന് നാം എന്ത് വേണം? നന്നായി പഠിക്കണം. ശരിയായ റൂട്ടിൽ നിന്ന് തെറ്റിപ്പോകുന്ന അവസ്ഥകളെക്കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. വഴിപിഴച്ച കക്ഷികളുടെ വഴിപിഴവിനെക്കുറിച്ച് തിരിച്ചറിയണം. അതിലേക്കൊന്നും പോവാതിരിക്കണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജ് തിരിച്ചറിയണം. അത് പഠിച്ച് മനസ്സിലാക്കി അമലാക്കുകയും നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും വേണം. അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു മഹത്തായ സൗഭാഗ്യമുള്ളത്. ഒരിക്കൽ കൂടി അതിൻ്റെ ആശയം മനസ്സിലാക്കി മറ്റു ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണ് എന്ന് പറയുന്ന ആ ആളുകൾ തീർച്ചയായും സുമ്മസ്തഖാമു, പിന്നീട് അവർ ആ പറഞ്ഞതനുസരിച്ച് ഷിർക്കില്ലാതെ തിന്മകളില്ലാതെ ജീവിച്ചാൽ, തതനസ്സലു അലൈഹിമുൽ മലായിക,
അവർ മരിക്കുന്ന സന്ദർഭത്തിൽ കൂട്ടം കൂട്ടമായി മലക്കുകൾ അവരിലേക്ക് ഇറങ്ങി വരും. അവർ പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല. വ അബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് സന്തോഷിച്ചുകൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു തആല ആ മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്തിഖാമത്തോടു കൂടി ജീവിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റു വചനങ്ങളും അവയുടെ വിശദീകരണവും അടുത്ത ക്ലാസ്സിൽ നമുക്ക് നിർവഹിക്കാം. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.